മന്ത്രി വി അബ്ദുറഹിമാൻ ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂടിലാണ്. എങ്ങനെയാണ് ട്രെൻഡ് മനസ്സിലാക്കുന്നത്? അങ്ങ് മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ളൊരു മന്ത്രി കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫീൽഡിലെത്തുമ്പോൾ കൃത്യമായി തന്നെ അത് ബോധ്യമാവുന്നുണ്ട്. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നിലപാടുകളിലുള്ള വിശ്വാസ്യതക്കുറവ് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. കൃത്യമായി നിലപാടുകളെടുക്കാൻ ഈ UDFിലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകകക്ഷികൾക്കും കഴിയുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ വയനാട്ടിൽ കണ്ടത്. വയനാട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ആ പതാകകളാണ് ഉയർത്തിപ്പിടിച്ചിരുന്നത്. മുസ്ലിം ലീഗിന് വേണ്ടി ആ പതാകകൾ ചാർത്തുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ പതാക ഉയർത്താനും കഴിഞ്ഞില്ല. കാരണം അതാണ് നിലപാടുകളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, അവിടെ ഈ സംസ്ഥാനത്ത് എത്രയോ വർഷങ്ങളായി കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിൻ്റെ പതാക ഉയർത്തിപ്പിടിച്ചാൽ എന്ത് നഷ്ടമാണ് വരാൻ പോകുന്നത്? അപ്പോൾ BJPയെയും RSSനെയും ഒരു കാരണവശാലും അവർക്ക് അതൃപ്തി ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ് കോൺഗ്രസ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പതാകകൾ വരെ പാറിക്കാൻ അവിടെ അനുമതി കൊടുക്കാതിരുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധി 2019 പങ്കെടുത്ത സമയത്ത് മുസ്ലിം ലീഗിൻ്റെ പതാക മാറ്റിയത് വലിയ വിവാദമായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് പരാജയം അത് ഉൾപ്പെടെ ഒരു കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു. ആ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ പതാക മാറ്റാനുള്ള ഒരു കാരണമെന്നൊരു വിമർശനം ഒരു ഭാഗത്തുണ്ട്. അത് തന്നെയാണോ അങ്ങും അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കുന്നത്? നോക്കൂ, ഇതിലെന്താ സംശയമുള്ളത്? നോക്കൂ, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും, നമ്മൾ കേരളം മാത്രം എടുക്കാം, ഏത് ജാഥകളിലാണ് കോൺഗ്രസിൻ്റെ പതാക ഇല്ലാത്തത്? അത് പറയട്ടെ. എത്രയോ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ മത്സരിക്കുന്നുണ്ട് കേരളത്തിൽ. ഇപ്പോൾ പൊന്നാനിയിൽ, മലപ്പുറത്തും 2 സീറ്റിൽ ലീഗ് മത്സരിക്കുന്നുണ്ട്. അവരുടെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായിട്ടുള്ള ജാഥകളിൽ പോലും മുസ്ലിം ലീഗിൻ്റെ പതാക ഉയർത്തിയിട്ടാണ് പോകുന്നത്. ആ ഒരു സ്ഥലത്താണ് രാജ്യത്ത് തന്നെ ഉയർത്തിക്കാണിക്കപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാവ് മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിൽ പതാകകൾ പോലും ഉയർത്താൻ സ്വാതന്ത്ര്യമില്ല എന്ന് കാണിക്കുന്നത്. ഇതിനർത്ഥം എന്താ? ഇനിയിപ്പോൾ അദ്ദേഹം അത്തരമൊരു സ്ഥാനത്തിലേക്ക് വന്നു എന്ന് കൂട്ടുക, നിലപാടെടുക്കാൻ കഴിയുമോ? ഇത്രയും വിശാലമായ, ഇത്രയും ജനാധിപത്യ ബോധമുള്ള, മതേതരത്വ ബോധമുള്ള കേരളത്തിൽ ഉയർത്താൻ പറ്റാത്ത പതാക നിങ്ങൾ ഉത്തരേന്ത്യയിൽ എങ്ങനെ ഉയർത്തും? ഡൽഹിയിൽ എങ്ങനെ ഉയർത്തും? അത് പ്രസക്തമായിട്ടുള്ള ചോദ്യമല്ലേ? മുസ്ലിം ലീഗിൻ്റെ പതാക ഉണ്ടായതുകൊണ്ട് കോൺഗ്രസിൻ്റെ പതാക ഉയർത്താൻ പറ്റുന്നില്ല. ഇതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗിൻ്റെ തൊപ്പി ഉരിച്ചിട്ടുണ്ട്. CHൻ്റെ അടക്കം തൊപ്പി ഊരിയ കഥകളുണ്ട്. അപ്പോൾ അന്ന് തൊപ്പിയാണെങ്കിൽ ഇന്ന് കൊടിയാണ്. അതേ വ്യത്യാസമുള്ളൂ. രണ്ടും നിലപാടൊന്നു തന്നെയാണ്. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി സാധാരണ ലീഗ് പ്രവർത്തകർക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് എൻ്റെ ദുഃഖം. കാരണം മലപ്പുറം പോലൊരു ജില്ലയിൽ ശക്തമായി വേരോട്ടമുള്ള ഒരു പാർട്ടിക്ക് സ്വന്തം പതാക ഉയർത്തിപ്പിടിക്കാനുള്ള കെൽപ്പില്ല എന്ന് പറയുമ്പോൾ ഇവരൊക്കെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത്? അതല്ലേ ധൈര്യം? ഇപ്പോൾ സംഘപരിവാരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു വിചാരിച്ചോ, നിങ്ങൾക്ക് ആത്മാഭിമാനത്തോടു കൂടി ആ കൊടി ഉയർത്തിപ്പിടിച്ചൊരു വാക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ അത് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. ഇതാണ് കോൺഗ്രസിൻ്റെ നിലപാടും. അപ്പോൾ നിർണായക വിഷയങ്ങളിൽ പോലും നിലപാടുകൾ എടുക്കാൻ കഴിയാത്ത പാർട്ടികളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും മാറി എന്നുള്ളതാണ് വയനാട്ടിൽ ഇന്നലെ നമ്മൾ കണ്ട കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം, പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് 2014 അങ്ങ് വലിയ വോട്ട് ശതമാനം നേടിയിരുന്നു. റീസെൻ്റ്ലി മത്സരിച്ചതിലും വലിയ വോട്ട് ശതമാനം നേടാൻ സാധിച്ചത് അങ്ങേക്കായിരുന്നു. ഇത്തവണത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് പൊന്നാനിയെ സംബന്ധിച്ച്? അതൊക്കെ മേലെയാണ്. ഇത്തവണ നമ്മൾ അത്ഭുതങ്ങൾ ഉണ്ടാവും. LDFൻ്റെ വോട്ടിംഗ് ഷെയർ വലിയ രൂപത്തിൽ കേരളത്തിൽ ഉയരും. അതോടൊപ്പം തന്നെ സീറ്റിൻ്റെ എണ്ണവും കൂടും. അതേ സംഭവം തന്നെയാണ് പൊന്നാനിയിൽ നടക്കാൻ പോകുന്നത്. പൊന്നാനിയിൽ മാത്രമല്ല, മലപ്പുറത്ത് നിങ്ങൾ കണ്ടോ, വലിയ തോതിലുള്ള വോട്ട് ഷെയർ കൂടും. അതിനനുസൃതമായിട്ടുള്ള റിസൾട്ടും ഉണ്ടാകും.
വലിയ ശുഭപ്രതീക്ഷ തന്നെയാണ് മലപ്പുറം ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ പതാക ഈ ഒരു റാലിയിൽ കാണിക്കാത്തതിനെതിരെയുള്ള ഒരു വിമർശനം ആ നിലയിൽ തന്നെ അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെയും കോൺഗ്രസിനെതിരെയും വിമർശനമായി തന്നെ ഉന്നയിക്കുന്നുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.